3 ടൂൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, നിലവിലുള്ള പേജിലേക്ക് പുതിയ ഹെഡിങ്, ഡിസ്ക്രിപ്ഷന്, ടൈപ്പിന്, ടെക്സ്റ്റുകൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ആഡ് എലമെന്റ്സ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത്, പുതിയ പേജുകൾ, പുതിയ എന്താ പറയുക, ഇതിലേക്ക് പുതിയ എബൌട്ട് പേജ്, പിന്നെ എന്താ പറയുക ഗാലറി, അങ്ങനെ ടീം, കോൺടാക്ട്, പ്രൊമോഷൻ, അങ്ങനെ കുറേ പുതിയ പുതിയ പേജുകൾ കൊടുക്കണമെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഡിസൈനുകൾ ഇവിടെ കാണാം. ജസ്റ്റ് ആ ഡിസൈനിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു പുതിയ സെക്ഷൻ ആഡ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ വീണ്ടും ഒരു സെക്ഷൻ ആഡ് ചെയ്യാം. ടീം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതൊക്കെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആളുകളുടെ ഫോട്ടോസ് ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് കുറച്ച് പേര്, ഹലോ ബാക്കിൽ പേര്, ഫോട്ടോ, പ്രൊഫഷൻ, ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ നിങ്ങൾ മാറ്റുക. ബാക്കി നിങ്ങൾ സാവധാനം ചെയ്താൽ മതി. അതിനുശേഷം ഇതോടെ പറയണേ, ഇതൊന്ന് സേവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. സേവ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പബ്ലിഷ് എന്ന് കാണാം. പബ്ലിഷ് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ വെബ്സൈറ്റ് ഇന്റർനെറ്റിൽ പബ്ലിഷ് ആവും. പിന്നെ ആർക്ക് വേണമെങ്കിൽ ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. ആക്സസ് ചെയ്യേണ്ട ഡൊമൈൻ നെയിം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വ്യൂ സൈറ്റ് കൊടുത്തു, നേരെ ആ സൈറ്റിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സൈറ്റാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ QR കോഡ് ഒന്ന് ജസ്റ്റ് ജനറേറ്റ് ചെയ്യാം. ക്രിയേറ്റ് QR കോഡ്. ഞാൻ QR കോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് QR കോഡ് കൊടുത്താൽ മതി. QR കോഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്ക് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആഷിഫിന്റെ സൈറ്റിലേക്ക് പോകാൻ പറ്റും. നമ്മൾ കൂടുതൽ കസ്റ്റമൈസേഷൻ ഒന്നും വരുത്തിയിട്ടില്ലല്ലോ. ആഷിഫിന്റെ പേര് മാറ്റി, ഫോട്ടോ മാറ്റി, ഇതേ ചെയ്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്യാം. കിട്ടില്ലേ? പുതിയ സെക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് മുകളിൽ പലത് വരാം. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ മതി. ഹലോ നോക്ക്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയോ? ടെംപ്ലേറ്റ് എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഐഡിയ എല്ലാം പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേഴ്സണൽ വെബ്സൈറ്റ് തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം, ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സമയമെടുത്ത് ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ നിങ്ങൾ എത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ വെബ്സൈറ്റും അടിപൊളിയാവും. അപ്പോൾ നമുക്ക് സമയം കുറവായ